ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിയെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ദേവമംഗലത്തുള്ള എല്ലാവരും അറിയുകയാണ്. അങ്ങനെ ആ സമയത്ത് ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് താനല്ല ഇതിനെല്ലാം ഉത്തരവാദി, തന്റെ അച്ഛനും അമ്മയും തന്നോട് ചെയ്ത ചതി കൂടിയാണ് ഇത്. ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിത്രയോടും മീനാക്ഷിയോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ മകന്റെ ജീവിതമാണ് അവൾ നശിപ്പിച്ചത്. ഗോമതി കലി തുള്ളിക്കൊണ്ട് അവിടേക്ക് നമ്മുടെ ദേവിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. ദേവിയോട് പറയാണ്, ഇനി എന്തെല്ലാം കള്ളമാടി നീ ഞങ്ങളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എടി ദ്രോഹി എന്നും പറഞ്ഞ് അവളുടെ മുടിയൊക്കെ പിടിച്ചിങ്ങനെ അവളെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പച്ചി അമ്മയെ വീട് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ രണ്ടുപേരും മിത്രയും മീനാക്ഷിയൊക്കെ ഗോമതിയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗോമതി പറയാണ്, നീ നോക്കിക്കേടി, ഒരു കാലത്ത് നീ നിന്റെ കുടുംബം ഗതി പിടിക്കില്ലടി, ഇതെന്റെ ശാപമാടി എൻ്റെ മോനോട് ചെയ്തതിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവള് ആ ശാപവാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കൈ കൊണ്ടും രണ്ട് ചെവിട അങ്ങനെ പോത്തി കരഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഗോമതി ബാലനോട് പറയുന്നുണ്ട്, അയാളെ ഇവിടേക്ക് വിളിച്ചു വരുത്താം, അയാളെ നമുക്ക് ഇവിടെ കിട്ടണം, എന്നിട്ട് ഇത് ചെയ്തതിനൊക്കെ നമുക്ക് അയാളോട് കണക്ക് ചോദിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ വിളിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഉദയഭാനു സാറിന്റെ ഭാര്യയും കൂടി നാളെ ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറയാണ്. എന്താ ബാല, വല്ല ഫംഗ്ഷൻ വല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെന്താ ബാല, വരാലോ എന്നിങ്ങനെ പറയുകയും വലിയ സന്തോഷത്തോടുകൂടി. എങ്കിലും ചെറിയൊരു സംശയം, കള്ളങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ അവിടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്നും പൈസയും കട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഭയം ഉദയഭാനുവിന് ഇല്ലാതില്ല. എന്നാലും അവര് വരുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ. അങ്ങനെ അവർ ചെയ്ത ഓരോ കാര്യങ്ങളും അവരുടെ മുന്നിൽ വെച്ച് ഇഞ്ചിഞ്ചായി വലിച്ചു കീറി അവരെ നാണം കെടുത്തി ആ വീടിന്റെ വാതിലടച്ച് പുറത്താക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.